കോഴിക്കോട് ലൈറ്റ് മെട്രോ വരുന്നത് ഗതാഗത കുരുക്കിന് പരിഹാരമാകും. മുൻപ് പല ബജറ്റുകളിലും ലൈറ്റ് മെട്രോ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെ നടപടികൾ തുടങ്ങിയിട്ടില്ല. അതിനാൽ പദ്ധതി യാഥാർത്ഥ്യമാകുമോ എന്ന സംശയമാണ് പലർക്കുമുള്ളത്. പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ലൈറ്റ് ആണെങ്കിൽ ബെറ്റർ. നമ്മൾ ഭയങ്കര ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ഈ റെയിൽ കണക്ടിവിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒരു എമർജിങ് മിഡിൽ ക്ലാസ്സിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. വെദർ ഇറ്റ് ജോബ്സ് ഓർ എനി കൈൻഡ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. സോ അതിൻ്റെ വലിയൊരു എൻജിനായി മാറാൻ ചാൻസ് ഉണ്ട്. ലൈറ്റ് ആകുമ്പം ഓവർ കോസ്റ്റും ആവണില്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ്. കേരളയിൽ വരുന്ന പറഞ്ഞാൽ അത് വന്നില്ല. ഇതിപ്പോൾ ലൈറ്റ് മെട്രോ പ്രഖ്യാപിച്ചെങ്കിൽ നടപ്പിലായാൽ നല്ല കാര്യം. നല്ല പ്രതീക്ഷയാണുള്ളത്. കാരണം ഇപ്പോൾ ഈ ട്രാഫിക് ബ്ലോക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണല്ലോ നാട്ടുകാർക്ക് എല്ലാവർക്കും. അപ്പോൾ ഈ ലൈറ്റ് മെട്രോ ഒക്കെ വഴി നാട്ടുകാർക്ക് പെട്ടെന്ന് എവിടെയെങ്കിലൊക്കെ എത്തുന്നുണ്ടെങ്കിൽ ഒരു നല്ല കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും എളുപ്പത്തിൽ ഡെസ്റ്റിനേഷനിൽ എത്താൻ കഴിയുന്ന ഏത് ഈ രംഗത്തുള്ള ചുവടുവെപ്പും എല്ലാവരും സ്വാഗതം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പുതിയ സർക്കാർ എല്ലാം ഒരു ദിശാബോധത്തോടെ മുമ്പോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ മെട്രോയെ വളരെ സ്വാഗതം ചെയ്യുകയാണ്. ആർക്കും ടൈമില്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ എത്ര ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ ഒരു മെട്രോ ആകുമ്പോൾ അത്രയും ബെറ്ററാണ്. എത്രയും പെട്ടെന്ന് വരികയാണെങ്കിൽ അത്രയും നല്ലത്. മെട്രോ വരുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണ്. പക്ഷേ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം വന്നു കഴിഞ്ഞിട്ട് ജനങ്ങൾ കല്ലെറിയാണ്. മറ്റേതിനൊക്കെ നമുക്ക് അറിയാലോ. ഇതൊക്കെ എത്രത്തോളം നടക്കും എന്നുള്ളത് നടന്നാൽ നല്ല കാര്യമാണ്. പക്ഷേ നടക്കാൻ സാധ്യത ഇല്ല എന്നാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവം വെച്ചുള്ള പറയാനുള്ള കാര്യം. ജനങ്ങൾക്ക് കൂടുതലുള്ള സർക്കാർ ആയതുകൊണ്ടായിരിക്കാം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവർ ചെയ്തില്ലേ. അപ്പോൾ ഇതും അതിന് മുതൽക്കൂട്ടാവട്ടെ. എന്തായാലും വന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വരാൻ വേണ്ടിയിട്ട് നോക്കുക. എന്താ നല്ലത് കാഴ്ചവെച്ചാൽ ജനങ്ങളൊപ്പം ഉണ്ടാവും. സാധാരണ ബജറ്റ് പ്രഖ്യാപനം കടലാസിലാണ് ഒതുങ്ങാറ്. സാധാരണ UDF ഭരണത്തിൽ സാധാരണ അങ്ങനെ ഉണ്ടാവാറ്. നമ്മൾ അതായിട്ടല്ല. ഈ മെട്രോയുടെ അതാണെങ്കിൽ നല്ലതാണെങ്കിൽ അത് മുന്നോട്ട് പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്.